എല്ലാവർക്കും കുറച്ച് മധുരമാവാം. ഇത് മാത്രമല്ല, കഴിക്കാനൊന്നുമില്ലേ? ശരിയാണല്ലോ അല്ലേ? നമ്മളിങ്ങനെ മറ്റേ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. ഉണ്ണിക്കുട്ടാ, നിനക്കെന്താ ഈ വീട് അന്യതാണ്? അല്ലല്ലോ, അവിടെ ഷൂട്ടിനൊരു കാരണം കൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നല്ലേ ഉള്ളൂ. ദിയാ, ഉണ്ണിക്കുട്ടനും പാറക്കുട്ടിക്കും എന്തൊക്കെ വേണം അതെല്ലാം നീ കഴിക്കാൻ കൊടുക്കും. വേണ്ട, ഞാൻ കൊടുത്തോളാം അവന്. അതെന്തെന്നീലും അങ്ങനെ? അല്ല, അങ്ങനെയല്ല, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞതാ. പോന്നെ. ഈ സമയത്ത് പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്നാ പറയണ്ട. ശരിയാണ്. നീ ഇപ്പൊ ഈ സമയത്ത് ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, വേറൊന്നുമല്ല, അതിപ്പോ നമ്മുടെ സ്വന്തം വീടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഹൗസ് ഓണറിന്റെ പ്രശ്നവും അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇപ്പൊ ഷൂട്ട് വന്നപ്പോ ഇറങ്ങി വരേണ്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അതിപ്പോ നമ്മുടെ സ്വന്തം വീടായിരുന്നെങ്കിൽ അച്ഛൻ തന്നെ ഇതേപോലെ വാടകയ്ക്ക് കൊടുത്തിട്ട് ഇറക്കി പോട്ട് വരും. എന്തായാലും ഒന്നും തന്നെ. ബാലു ഇവിടെ ഇല്ലാഞ്ഞെന്ന് നെയ്യാറ്റിക്കരെ പോയിരിക്കല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്ത് അടിയുണ്ടാക്കാൻ പോയാനെ. ഹൗസ് ഓണർക്ക് നല്ലത് കിട്ടുകയും ചെയ്യും. ഒരു ദിവസത്തെ കാര്യമല്ലെന്ന് ഇനിയിപ്പോൾ വാലിൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. ഇവിടെ നമുക്ക് മാനേജ് ചെയ്യാം അല്ലേ? അതെ, സത്യം. നമുക്കിവിടെ ഫുഡെല്ലാം കഴിച്ചല്ലേ, അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാം. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഷൂട്ടിംഗ് നടക്കണ അടുത്തേ. അപ്പൊ അവരോരോ 8-9 മണിയൊക്കെ ആകുമ്പോ തീരുമെന്നാ പറഞ്ഞേ. പിന്നെന്ത്, നമ്മളിവിടെ എൻജോയ്. എൻ്റെ സിബി, ഇത്ര നേരത്തെ പിടിച്ച ഒരു പ്രൊഡ്യൂസറുടെ കൂടെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. 2 കിലോ മുല്ലപ്പൂ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് 2 മുഴം മുല്ലപ്പൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. പുള്ളി വിളിക്കുന്നുണ്ട്, ഞാൻ വിളിക്കാവേ. സാർ. സാർ, ഇവിടെ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട് സാർ. ഡയറക്ടർ അല്പം സ്ലോയാ. കുഴപ്പമില്ല. നൈറ്റ് ബാറ്റ കയറുമെന്നൊരു സംശയം. ഞാൻ വിളിച്ചോളാം സാർ. ഓക്കെ സാർ. സാറേ, കഴിഞ്ഞ ആഴ്ച വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. അവരവിടെ കിടന്ന് വെള്ളം വെക്കുക. ഇരിച്ച ഒരു കാര്യം ചെയ്യും, നമുക്ക് പകുതി പേയ്മെൻറ്റ് ഈ ആഴ്ച കൊടുക്കാം, ബാക്കി തന്നെ അടുത്ത ആഴ്ച കൊടുക്കാം. പറ ആർക്കുമല്ലോ നാട്ടത്തിൽ പണിക്കുന്നു. ഇതാരാ? താനാരാ? ശരി, ഞാൻ ഇവന്റെ ഓണർ. നിങ്ങളാര്? ഈ കാറൊക്കെ എന്ത് കിടക്കുന്നത്? ഈ കാറൊക്കെ എന്ത് കിടക്കുന്നത്? ഈ വീടിന്റെ ഓണറോ? ഞാൻ ഈ വീടിന്റെ ഓണറാണെന്ന്. ഇത് നിങ്ങളുടെ സ്വന്തം വീടാണ്? സ്വന്തം വീടല്ല, ഇത് വാടക വീടാണ്. വാടകയ്ക്ക് താമസിക്കണേ. ഗിരീഷേ, വാടകക്കാരെ ഒഴിപ്പിച്ചതല്ലേ ഹൗസ് ഓണർ പറഞ്ഞു? അതെല്ലോ, വാടകക്കാരെ എല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് ശരി, 1 വർഷത്തേക്ക് അഗ്രിമെന്റ് താമസിക്കാൻ വാങ്ങിച്ചിട്ട് വീട് ഷൂട്ടിങ്ങിന് കൊടുത്തേക്കണം. അയാൾ കൊള്ളല്ലേ? അതായത് എന്റെ ഭാര്യ മക്കളോടെ അടിച്ച് കളഞ്ഞ അവിടെ തന്നെ. അതെ, നിങ്ങളുടെ ഭാര്യയും മക്കളും എവിടാന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കരുത്. നിങ്ങളുടെ പേരെന്താണ്? ഉണ്ണിലാൽ. ഉണ്ണിലാൽ. ഇതെന്താണ് കിടന്നത്? 1 വർഷത്തേക്ക് അഗ്രിമെന്റ് വാങ്ങിച്ചിട്ട് ഷൂട്ടിങ് കൊടുത്തില്ല. ആരുടെ കയ്യിലാണ് ഷൂട്ടിങ് കൊടുത്തത്? അപ്പൊ നമുക്ക് പറയാം, അവിടെ ചെന്ന് പറയണ്ട. അവിടെ നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാന്ന്. നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. പോലീസ് എന്റെ വീട് അതിക്രമിച്ച് ഷൂട്ട് നടത്തുന്നുണ്ട്, ഞാൻ പോലീസിനെ വിളിക്കും. എന്റെ ചേച്ചി, ഇയാളെ ഒന്ന് വിളിച്ചോണ്ട് പോവാമോ? അകത്ത് സിംഗ് സൗണ്ടില്ല ഷൂട്ട് നടക്കുന്നത്. സിംഗ് സൗണ്ട് നമ്മൾ ഒരുപാട് എന്താണ് സിംഗ് സൗണ്ട്? സിംഗ് അവിടെ ഡബിങ് ഇല്ലെന്ന് പരിപാടിക്ക്. ഡബിങ് നിനക്കൊക്കെ അറിയാം. ചേട്ടൻ പറഞ്ഞായിരുന്നു നേരത്തെ, ചോദിച്ചു. വിളിച്ചോണ്ട് പോകും. ചെല്ലേ, അവിടെ നമുക്ക് രാംകുമാർ. ആ ഉണ്ണിലാലിന്റെ കണ്ട ഒരു കള്ള ലക്ഷണം. ഉണ്ണിലാൽ, ആ ഉണ്ണിലാൽ കണ്ട പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് നട കൊണ്ട് എവിടെ നിന്ന് വന്നേ? ആലോചിച്ചിട്ട് എനിക്ക് സൈക്കിളില്ല വീട് ഷൂട്ടിങ്ങിന് കൊടുത്തേക്കുന്നത്. പണ്ടെൻ്റെ അപ്പൂപ്പ ഒരാളെ നിന്ന് കുറേ സ്ഥലം പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്ത് പൈനാപ്പിൾ കൃഷി ചെയ്ത് പൈനാപ്പിളെല്ലാം വിളഞ്ഞ് പഴുത്തപ്പോൾ ഉടമസ്ഥൻ വന്ന് 2 അടിച്ചോണ്ട് പോയി. അപ്പൂപ്പ എന്ത് ചെയ്ത്? വിട്ടില്ല. കേസ് കൊടുത്ത് കോടതി കയറി ഇറങ്ങി അയാൾ ഇപ്പോൾ ജയിലിലാണ്. അറിയാമോ? ആ അപ്പൂപ്പൻ്റെ മോനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അനുവാദമില്ലാതെ വീട്ടിൽ കയറി ഷൂട്ട് ചെയ്ത് ഈ വീടിൻ്റെ ഹൗസ് ഓണറെ ഞാൻ ജയിലിൽ കയറ്റും. ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന്, ഇങ്ങനെ ഒരു ലീഗൽ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ നീലൂരുടെ അടുത്ത് പറഞ്ഞിരുന്നു. രാഘുകുമാരെ പറയുള്ളൂ, പക്ഷെ ഞാൻ ചെയ്യും, ഞാൻ പ്രവർത്തിക്കും, ഞാൻ കേസ് കൊടുക്കും. കേസും വഴക്കെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പുറകെ ഓടിപ്പോകാൻ എളുപ്പമാണ്. അതിന്റെ പുറകെ പോയി നോക്ക്, അപ്പൊ മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. നീ എൻ്റെ സൈഡാ, ആ ഹൗസ് ഓണറുടെ സൈഡാടി? ഞാൻ ആരുടെ സൈഡൊന്നുമില്ല, എനിക്ക് മനസ്സമാധാനം വേണം. നിനക്കിപ്പോ വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങിയ മനസ്സാവനായല്ലേ? ഞാൻ ബാലോചന്റെ സൈഡേ നിൽക്കുള്ളൂ. ഇപ്പൊ അയാൾക്കെതിരെ കേസ് കൊടുത്തില്ലെങ്കിൽ പിന്നെയും പുള്ളി ഇതന്നെ ചെയ്യും. ഇന്നൊരു ദിവസത്തെ ഷൂട്ട്, നാളെ വല്ല മെഗാ സീരിയലിന്റെ ഷൂട്ട് വെച്ചാൽ നമ്മൾ അവിടുന്ന് പുറത്താവില്ലേ? എന്റെ ദിയ, നീ ഒന്ന് മിണ്ടാണ്ടിക്ക്. നിന്റെ വായ നല്ല കാര്യം വരൂലേ? എന്റെ മമ്മി, എനിക്കറിയാം ഇവരുടെയൊക്കെ സ്വഭാവം. അല്ല, സാധാരണ ഏതെങ്കിലും വീട്ടിൽ ഇതേപോലെ ഷൂട്ടിനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ആൾക്കാർക്ക് അവിടെ താമസിക്കാനുള്ള അവസരം ഒരു കൊടുക്കും. ഇതെന്തൊരു വലിയ സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ളവരെല്ലാം കൂടെ അവിടെ ഇറക്കി വിട്ടില്ലേ?
എന്റെ പൊന്നച്ച ഒരു രക്ഷയിലിട്ട് അവിടെ ഒരു അരവിന്ദ് പറഞ്ഞ ഒരുത്തരുണ്ട് ആ ഓഡിയോ എഞ്ചിനീയർ കണ്ടേ എപ്പോ നോക്കിയാലും കിടന്നു സൈലൻസ് കാക്ക പോലും കരയാൻ വിടുന്നില്ല. അങ്ങനെ സൗണ്ട് ഇല്ലെങ്കിൽ അവിടുത്തെ സെറ്റിലെ പകുതി പ്രശ്നം തീരും. ആ പിന്നെ വേറൊരുത്ത ഷാജി ക്യാമറാമാൻ എവിടെ പോയി വെച്ചാലും ഫ്രെയിം ഇവിടെ ഫ്രെയിം എന്നെ പറഞ്ഞു അവിടെ നിന്ന് ഓട്ടിച്ചത് അങ്ങനെ തൂക്കിയെടുത്ത് അവനടുത്ത് കളയാൻ എറിയാൻ തോന്നി വെച്ചാ. നീ എന്തിനാ അവരുടെ പോയത്? ഷൂട്ടിങ് ഇങ്ങനെ കാണാൻ വേണ്ടി പോയപ്പോ കാണാൻ വേണ്ടി പോയോണ്ടല്ലേ. അവൻ്റെയൊക്കെ ഷൂട്ടിങ് കാണാൻ പോണേ എന്തിന് നമ്മൾ കാണുമ്പോഴാണ് അവനൊക്കെ ജാലാട് കൂടുന്നത്. അതെ തന്നെ. അന്നത്തെ ഈ ക്യാമറാമാന്മാർക്കും ഈ സൗണ്ടിലെ ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പോലെ ആൾക്കാർ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ഹെഡ് വെയിറ്റ് ഇച്ചിരി നമ്മളെ കാണിക്കാൻ വേണ്ടിയുള്ളവന്മാരെ പോകരുത്തരങ്ങൾ. ഉണ്ണിക്കുട്ടാ ഷൂട്ടിംഗ് കാണാൻ പറ്റുമോ? കണ്ടോടി നമ്മൾ ചെന്ന് ചില കാണും അവന്മാർ കാര്യം ചാട കൂടും. അല്ല ജസ്റ്റ് ഒന്ന് പോയി ചാൻസ് വേണ്ട ചാൻസ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ചുമ്മാ നശിപ്പിക്കല്ലേ. ചുമ്മാ ഞാൻ എന്നെ കുറിച്ച് ഞാൻ പേടിപ്പെടുത്തി നിർത്തിക്കാണ്. ആണോ? എന്നാ പോകുന്നില്ല. അച്ഛാ ആ പണ്ട് ഇന്ത്യ ഇൻവേഡ് ചെയ്യാൻ വന്ന ബ്രിട്ടീഷുകാരെ നമ്മൾ ഓടിച്ച പോലെ ആ നമ്മുടെ വീട് ഇൻവേഡ് ചെയ്യാൻ വന്ന യവന്മാരെ നമുക്ക് ഓട്ടിക്കണം. അടിച്ച് തോരത്തറവന്മാരെ. കൊതൂര് പോകടിക്കണം. ആയിരിക്കും കൊള്ളല്ലേ. ഇതാരും വിളിച്ചു പറഞ്ഞത്? ആ ഓപ്പറേഷൻകാരല്ലേ സാധാരണ ഇങ്ങനെ ചെയ്യാറ്. ഇതാരും കാണാനല്ലേ. യവന്മാരൊക്കെ ഈ കടുവകളെ പോലെയാണ് എപ്പോൾ ചാടി വീഴുന്ന് പറയാൻ പറ്റത്തില്ല. ഊവാ നമ്മളെ വീട്ടുകാരെ ഊന്ന് എന്താ കാര്യം? നമ്മളെ ഉമ്മ വന്നത് ഷൂട്ട് കഴിയുന്നിടം വരെ ഇങ്ങോട്ട് വരാതെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അത് നമ്മളെ വീടാണ്, നമുക്ക് തോന്നുമ്പോൾ വരും. നമുക്ക് എവിടുന്ന് കുറച്ച് സാധനം എടുക്കാണ്ട്. എന്നാ സാധനം? പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തു തരാം. ഓ സാധനം വരെ നിങ്ങൾ എടുത്തു തരുമോ? ആ എന്നാ അവൻ്റെ 4-5 അണ്ടർവെയർ ഉണ്ട്. അപ്പോടെ 2 ഉണ്ട്. വെയിറ്റ് പറഞ്ഞല്ലേ. അപ്പൊ ഓക്കെ. 2 അണ്ടർവെയറും നമ്മളെ കൊച്ചു മോളിന്റെ ഡ്രൈവറുണ്ട്. കൂടുതൽ കളിക്കല്ലേ. ഒരുപാട് അഭ്യാസികളെ കണ്ടിട്ടുള്ള ഈ ഉണ്ണിലാൽ ആറ്റിങ്ങൽ. നമ്മൾ ഒരുപാട് അഭ്യാസങ്ങളെ കണ്ടിട്ടുള്ള തന്നെ. ആ കാണാം. ഗിരീഷേ എന്തോ ഇത് ഒറ്റ മകളോടെ കംപ്ലീറ്റ്. ഇപ്പൊ വരും. ഗിരീഷേ ഈ ഷൂട്ടിംഗ് അടച്ചപ്പെടുന്നതിനെ പറ്റി നമ്മുടെ അസോസിയേഷനിൽ പരാതി കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർ പൊതുയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചറിയിക്കും. അവര് നടത്തിട്ട് നമുക്കൊരു ചുക്കുമില്ല. അതെ നമ്മളെ ദേഹത്തങ്ങ് തൊട്ട് കഴിഞ്ഞിട്ടല്ല. ആ കടന്തൽ കൂടെ ഇളകുമ്പോൾ ഇഷ്ടംപോലെ പയ്യന്മാരുണ്ട്. ഇവിടെ കയറി വളയും. മൊട്ടവാലിന്റെ ടീംസ് ആണ്. ആ ഗേറ്റ് കഴിഞ്ഞ് ഒരുത്തനും ഇങ്ങോട്ട് വരത്തില്ല. രാജാക്കന്മാര് താമസിക്കുന്ന കൊട്ടാരം ഒഴിപ്പിച്ച് ഷൂട്ട് നടത്തിയിട്ടുള്ളവരാണ് ഈ ഉണ്ണിലാൽ ആറ്റിങ്ങൽ. അറിയാവോ? ആണോ? എങ്കിലും ഉണ്ണിലാലെ ഞാൻ പറയണ് നിന്റെ അവസാനത്തെ ഷൂട്ടാണ് ഇന്നത്തെ ദിവസം. കാണാം. നീ കാണാം. കാണാം. അണ്ടർവെയർ അവന്റെ അണ്ടർവെയർ ഇവന്റെ തരാം വിട്ടോ ഇവിടുന്ന് പോ. ഞാൻ മേടിച്ചു തരുമോ? പിന്നല്ലാതെ 2 ഉള്ളു. ബാക്കി ഈടക്കല്ലേ പറഞ്ഞ ഓട്ടം വീണ് കളഞ്ഞു. അത് പാപ്പഴുള്ളായിരുന്നു. കുഴപ്പമില്ല. എടുത്തല്ല കേട്ടാ. നീ ഷൂട്ട് ചെയ്യ്. ഉമ്മ ബാക്കിയുള്ളവനെ സങ്കടപ്പെടുത്തുകയും ചെയ്ത് എന്ത് കാര്യത്തിനാണോ എന്തോ പോയത്. ഞാൻ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറിയല്ലേ ഉള്ളൂ. കാണോ 2 സ്റ്റെപ്പ് 1.5 കിലോമീറ്റർ മാറിയാന്ന് വന്നിരിക്കണത്. മണ്ടൻ കേശു അങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റൂടാ. ബുദ്ധി ഉപയോഗിക്കണം. കൊതുരെ കൊല്ലം ആരെങ്കിലും നിമിഷങ്ങൾ എടുക്കൂടാ. പിന്നെ കേവലം ബാറ്റ് പോരെ. അവന്മാരെ അടിക്കാൻ ബാറ്റ് പോലും വേണ്ട. അല്ല അച്ഛൻ എന്തിനാണ് ഉദ്ദേശിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. അതായത് ഞാൻ അല്ല ബാലുവേ എന്തായി? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ബാലേന്ദ്രൻ തമ്പി. ഓ ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി. കാര്യം നടന്നില്ല. അപ്പൊ പിന്നെ കേസ് കൊടുക്കല്ലോ ബാലു. എന്റെ രാംകുമാർ അവന്മാർ ഇന്നത്തെ ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം? ഇപ്പൊ തന്നെ കൊടുക്കണം. പണി ഇപ്പൊ കൊടുക്കണം. അയ്യ അവര് അടി ഉണ്ടാക്കാനൊന്നും പോണ്ടെന്ന്. രാംകുമാറെ എന്റെ കയ്യിൽ നിന്ന് അടിയുള്ള മിനിമം കുറച്ച് യോഗ്യതയും വേണം. അടിയുള്ള യോഗ്യതയൊക്കെ വേണോ വെച്ചാ? ആ യോഗ്യത വേണം. എന്റെ കയ്യിൽ നിന്ന് അടിയുള്ള യോഗ്യത വേണോടാ. അല്ല ഇപ്പൊ എന്താ ചെയ്യാ ഉദ്ദേശം? ദേശം രാംകുമാർ കണ്ടോ? ഷൂട്ട് നിർത്തി അവര് കാറിൽ നിരനിരായിട്ട് പലായനം ചെയ്യുന്നത് കാണാം. ഓക്കെ അപ്പൊ ഇനി ഓൾ ദ ബെസ്റ്റ്. ഓക്കെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കാണാട്ടാ. എന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ. എനിക്ക് ഷൂട്ടിംഗ് സെറ്റ് സിനിമാക്കാരെന്ന് പറഞ്ഞാൽ പണ്ടേ കണ്ടുകൂടാ. എടാ ഞാൻ ഒരുപാട് സംവിധായകന്മാരുടെ പ്രൊഡക്ഷൻ കണ്ടോളം പറഞ്ഞ് ചാൻസ് വെച്ച് പോയിട്ടുണ്ടാ. അച്ഛനെ ഞാൻ അടുപ്പിച്ചിട്ടില്ല. അതിനുശേഷം എനിക്ക് അമ്മയുടെ തീർത്ത പകയാണ്. ഇന്ന് ഞാൻ കത്തിക്കും. എന്തോന്ന്? സെറ്റ് കത്തിക്കും. ഞാൻ എന്നാ പോട്ടാ. വേണ്ട, നിന്നെ കൂടെ ഒരു കാര്യമുണ്ട്. വാടാ. ഷൂട്ട്
സിനിമ നടന്മാര് കാണുമ്പോണ്ടാ എന്റെ വട തുറന്ന് എന്താ എന്തിനാ നമ്മള് വന്നത്? ഏയ് ആ? കുമാരെ ആ? ജനറേറ്റർ ഉണ്ടെങ്കിലല്ലേ ഷൂട്ട് നടത്തുള്ളൂ. ആ. അച്ഛൻ ജനറൽ അടിച്ചോണ്ട് പോകുമ്പോടാ. എടാ മണ്ട എന്തിനാണ് അടിച്ചോണ്ട് പോണത്? ഇത് വർക്കിംഗ് കണ്ടീഷൻ അല്ലാതാക്കണം. ഇപ്പൊ എങ്ങനെ ഷൂട്ട് നടക്കും? പൊളിച്ച് അത് പിന്നെ അല്ലേ നേരെ വർക്ക് ചെയ്യണ സാധനം പണിയത് കുളമൊക്കെ അച്ഛനെ കേട്ടുള്ളൂ വേറെ ആള്. തമാശ അടിക്കല്ലേ, ചുറ്റും നോക്കിക്കോ. നോക്കിയാ കഴിച്ചു. ഓ